അതല്ലാതെ നിങ്ങൾ ആ സിലബസ് ഫോളോ ചെയ്ത് അങ്ങനെ അത് മാത്രം പഠിച്ചു പോകാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തില് നമ്മളുടെ ആ ഒരു റിസൾട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. അങ്ങനെ നമ്മുടെ PSC ആനുവൽ കലണ്ടർ 2024 ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 2024 എന്ന് പറയുന്നത് പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലമാണ് അല്ലെ. ഒരുപാട് പരീക്ഷകളാണ് ഈ വർഷം നടക്കാനായിട്ട് പോകുന്നത്. വർഷങ്ങളായിട്ട് വിളിക്കാതിരുന്ന പരീക്ഷകൾ പോലും ഈ 2024 നടക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് പേരുടെ ജീവിതം തെളിയാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2024 എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് പ്രധാന പരീക്ഷകൾ സ്റ്റേറ്റ് വൈഡ് ആയിക്കോട്ടെ, ഡിസ്ട്രിക്ട് വൈസ് ആയിക്കോട്ടെ, ഒരുപാട് പ്രധാനപ്പെട്ട പരീക്ഷകൾ ഈ വർഷം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു ആനുവൽ കലണ്ടർ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾ സ്വപ്നം കണ്ട് ഒരുപാട് പേരിരിക്കുന്നുണ്ട്. മാത്രമല്ല ഡിഗ്രി ലെവലിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകളുണ്ട്. സോ അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുറെ പേരുണ്ട് അല്ലെ. അപ്പൊ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. മുമ്പ് നടന്നതുപോലെ തന്നെ ആദ്യം എന്താണ്, ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാകും, ഒരു കോമൺ പ്രിലിമിനറി എക്സാമുകൾ ഉണ്ടാകും. ആ ഒരു കോമൺ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ആ ഡിഗ്രി ലെവലിൽ നടക്കാൻ പോകുന്ന പോസ്റ്റുകൾക്കെല്ലാം കോമൺ ആയിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പരീക്ഷയിൽ ഒരു കറക്റ്റ് ഒരു മീഡിയം ഒരു ആവറേജ് ലെവൽ ഒരു കട്ട് ഓഫ് വരും. അത് പാസ്സാകുന്നവരായിരിക്കും എന്ത് ചെയ്യുന്നത്, അടുത്ത മെയിൻസ് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും ഓരോ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസും PSC എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡിഗ്രി പ്രിലിംസ് 2024 ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഏറ്റവും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വരുന്നുണ്ട്. എന്താണ്, LSG സെക്രട്ടറിയുടെ പോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു പരീക്ഷ ഫോക്കസ് ചെയ്ത് ഒരുപാട് പേര് ഡിഗ്രിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SI എക്സാം ഉണ്ട് അല്ലെ, SI വിളിച്ചിട്ടുണ്ട്. സോ ആ ഒരു പരീക്ഷ സ്വപ്നം കണ്ട് ഒരുപാട് പേര് ഡിഗ്രി പ്രിലിംസിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ LDC പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, ഡിഗ്രി പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. കാരണം എന്താണ്, 10th ലെവൽ മെയിൻസിന്റെ, അതായത് ഇപ്പം 10th ലെവലില് ഒരു ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 10th ലെവൽ മെയിൻസിന്റെ ഓൾമോസ്റ്റ് സെയിം സിലബസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾ തന്നെയാണ് എവിടെ വരുന്നത്, ഈ ഡിഗ്രി പ്രിലിംസിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ട് മാത്രമേ, കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമേ ഡിഗ്രി പ്രിലിംസിൽ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. സോ ആ ഒരു സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഡിഗ്രി പ്രിലിംസ് 2024 ഡിഗ്രി പ്രിലിംസ് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 10th ലെവൽ LDC പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ ഡിഗ്രി പ്രിലിംസ് പാടാണ്, ഡിഗ്രി ലെവൽ അല്ലേ, ഇംഗ്ലീഷിലാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൗട്ട് അടിച്ചിരുന്ന് കുറെ പേര് എന്ത് ചെയ്യാണ്, ഒരു മാസ് ഗ്രൂപ്പ് നേരെ LDCയുടെ പുറകെ പോവുകയാണ്. പക്ഷെ ബാക്കിയുള്ളവർ, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ളവർ, നല്ല ആത്മവിശ്വാസം ഉള്ളവര്, എന്നെ കൊണ്ട് നേടാൻ പറ്റും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഉള്ളവർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിഗ്രി ലെവലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഈ ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, കഷ്ടപ്പെട്ട് പഠിച്ചാൽ ആർക്കും നേടാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അത് വലിയ UPSC കുട്ടികൾക്ക് മാത്രമേ, അല്ലെങ്കിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ നേടാൻ പറ്റുള്ളൂ എന്നുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റി വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ഉള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഒരുപാട് പേര് ഈ സാധാരണ ഡിഗ്രി കഴിഞ്ഞ് PSCയിലേക്ക് വന്ന കുട്ടികൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു മൈൻഡ്, ഇത് ഡിഗ്രി ലെവൽ നല്ല UPSC ആൾക്കാർക്ക് മാത്രമുള്ള ഒരു എക്സാം ആണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കുക. ഏതൊരാൾക്കും, LDCക്ക് പഠിക്കുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഡിഗ്രി മെയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കേട്ടിട്ടുണ്ടാകും. നമ്മളെ LSG സെക്രട്ടറിയുടെ സിലബസും കാര്യങ്ങളും എല്ലാം നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാകും. അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ഇത് നിങ്ങൾ ഉറങ്ങുകയും ഫോൺ യൂസ് ചെയ്യുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടുള്ള ഭാവി ജീവിതവും എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകാം. പക്ഷെ നിങ്ങളിവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അവരുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ കുറെ വർഷം കഴിഞ്ഞ് ഇതേ കണക്കിങ്ങനെ ആഘോഷിച്ചു പോകുന്ന സമയത്ത് അവര് നല്ല പൊസിഷനിലെത്തി നല്ല രീതിയിൽ ജീവിതം സെറ്റിൽ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് നിങ്ങൾ ആ ഒരു കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ സെറ്റിലായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. അല്ലാതെ വേറൊരാളും വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഇന്ന് കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് വരും വർഷങ്ങളിലായിട്ട് ലഭിക്കും. ഓക്കെ, ഇന്ന് കഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നല്ലപോലെ സുഖിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പം നിങ്ങൾ സമയമുണ്ട്, പരീക്ഷകളുടെ ഡേറ്റ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ, ഞാൻ പതുക്കെ പഠിച്ചു തുടങ്ങാം എന്നൊന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ആ ഒരു ടെന്റേറ്റീവ് പീരീഡ് നമ്മുടെ PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2024 നടക്കാൻ പോകുന്നത് ഏപ്രിൽ ജൂൺ കാലയളവിലാണ്. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, എന്തായാലും എക്സാം നടന്നിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏപ്രിൽ ജൂൺ ഒക്കെ അല്ലേ, ഇനി ഒരുപാട് സമയമുണ്ട്, അതൊക്കെ ആ ഒരു മാസം കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു ടാസ്ക് ആണുള്ളത്. ഓക്കെ, വലിയൊരു സിലബസ് ആണുള്ളത്. ആ സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇതിന്റെ ഉള്ള ആ ഒരു റിസൾട്ട്, അതിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഏപ്രിൽ ജൂൺ കാലയളവാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്. ഇപ്പൊ എന്താണ്, ജാനുവരി മാസമായി അല്ലെ. മെയ് മാസത്തിൽ പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എത്ര സമയമുണ്ട് നമുക്ക് നോക്കാം, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നാ നോക്കൂ, ജാനുവരി 1 മുതൽ ഒരു ഏപ്രിൽ 30 വരെയുള്ള ഒരു ടൈം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, മെയ്യിലാണ് പരീക്ഷയെങ്കിൽ ജാനുവരി 1 മുതൽ നമുക്ക് ഏപ്രിൽ 30 വരെയുള്ള ടൈം ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര മാസം വരും, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓൾമോസ്റ്റ് ഫുൾ 4 മന്ത് നമുക്ക് കിട്ടത്തില്ല, ഓൾമോസ്റ്റ് ഒരു 4 മാസം നമുക്ക് കിട്ടുമെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു 4 മാസമേ നമ്മളുടെ മുന്നിലുള്ളൂ. ഓക്കെ, ഇനി 4 മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു ചിന്തയായിരിക്കും, ആ 4 മാസം ഉണ്ടല്ലോ, ഇനി ഒരുപാട് സമയം കിടപ്പുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. ഇനി 3 മാസം കൊണ്ട് പഠിച്ച് തീർക്കാം എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ആശിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, 121 ദിവസം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. 121. അതിൽ ഇപ്പം തന്നെ ജാനുവരിയുടെ ഫസ്റ്റ് വീക്ക് ആയിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് 121 നിന്നും പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ 118 117 ദിവസങ്ങളെ ഇനി നിങ്ങളുടെ മുന്നിലുള്ളൂ. അവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാമോ? ഡിഗ്രി പ്രിലിംസിന് നമുക്ക് 20 സബ്ജക്റ്റുകളോളം പഠിക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫിയിൽ കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, മാത്സിൽ മെന്റൽ എബിലിറ്റി ഉണ്ട്, അങ്ങനെ പല സെക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട് എത്രയാണ്? 20 സബ്ജക്റ്റ് ആണ്.
ഈ 20 സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആകെ ഉള്ള സമയം എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഓക്കെ, അത്രയും ദിവസം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ 20 സബ്ജക്റ്റുകളിനകത്ത് ഒരു സബ്ജക്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ ആകെയുള്ള ഡേയ്സ് എന്ന് പറയുന്നത് വെറും 6 ദിവസമാണ് ഒരു സബ്ജക്ട്. ഇപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കുള്ളത് വെറും 6 ദിവസം. ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ 5 ദിവസം 4 ദിവസം അങ്ങനെയുള്ള ഒരു ടൈമേ നിങ്ങളുടെ മുന്നിൽ കാണുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഓൾറെഡി കുറെ പേര് പഠിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇനി അവർക്ക് റിവിഷനിലേക്കൊക്കെ പോയാൽ മതിയായിരിക്കും. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷകൾ എല്ലാം പാസ്സായി, മെയിൻസ് ഒക്കെ ജസ്റ്റ് മിസ്സായി പോയവര് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുമൊക്കെ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ? അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് എടുത്ത് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ ഒരു ആദ്യത്തെ കടമ്പ ഇത് കടന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കടന്നു എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഒരുപാട് പേര് മെയിൻസിൽ കൊണ്ടുപോയങ്ങ് കളയും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു കടമ്പ മാത്രമാണ് ഈ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത്. ഇത് കടന്നു, എനിക്ക് ഡിഗ്രി പ്രിലിംസ് കിട്ടി, എനിക്കിനി മെയിൻസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും എന്നുള്ള ചിന്തയിൽ ഒരുപാട് പേര് പഠിക്കുമ്പോഴാണ് അവസാനം പോയി എന്ത് ചെയ്യുന്നത്? ആ ഒരു എക്സാം നല്ലതുപോലെ പഠിക്കാൻ മീൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊന്നും വേണ്ട. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത മെയിൻ കടമ്പയിലോട്ട് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ മെയിൻ കടമ്പ എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എത്ര സമയമുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര സമയമുണ്ട് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി കാണുമല്ലോ. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരായിക്കോട്ടെ, ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം, പതുക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇന്ന് നിങ്ങൾ തുടങ്ങിയാൽ മാത്രമേ ആ ഒരു എക്സാം ടൈമില് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഒരുവിധം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 80% എങ്കിലും ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ ഒരു സമയം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാണ്, ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിക്കുകയാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ അവരോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? കോമ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇത്ര പോർഷൻ ഇന്ന് പഠിച്ച് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെ ഒരു ദിവസം ആ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആകെ നിങ്ങളുടെ മുന്നില് ഇത്രയും ഒരു സമയം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പുഷ് ചെയ്യുക. ഓക്കെ, ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. ഓക്കെ, ഒരുപാട് പേര് ഇങ്ങനെ ഒരു പഠിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരും. ഒന്നെന്ന് പറയുന്നത്, അയ്യോ എനിക്കിത് കിട്ടുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്തയാണ് ഏറ്റവും ആദ്യത്തെ ചിന്ത. രണ്ടാമത്, അയ്യോ ഇനി ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ, ഈ സമയത്തിനുള്ളിൽ ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതാണ് മറ്റൊരു രീതിയിൽ ഒരുപാട് പേര് ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെ കുറെ ബിഗിനേഴ്സ് ഉണ്ട്. ഈ ബിഗിനേഴ്സ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കുറെ വർഷങ്ങളായിട്ട് PSC പഠിക്കുന്നവർക്കായിരിക്കുമല്ലോ ഇത് കിട്ടുന്നത്, എന്നെ കൊണ്ട് ഞാൻ തുടക്കത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പരീക്ഷ കിട്ടുമോ എന്നുള്ള ചിന്തക്കാരുണ്ട്. നേരെ ഈ ഒരുപാട് വർഷങ്ങളായിട്ട് പരീക്ഷ എഴുതുന്നവരെങ്ങനെയാ ചിന്തിക്കുന്നത്? എങ്ങനെയാണ്? ബിഗിനേഴ്സ് ഇപ്പൊ ഒരുപാട് പേരിങ്ങനെ പഠിച്ച് കയറുന്നുണ്ട്, അത് എന്നെ കൊണ്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ? ഞാൻ ഒരുപാട് നാളായിട്ട് പഠിക്കുന്നു, എനിക്കൊന്നും പഠിച്ച് തന്നെ അതൊരു ബോറടി ആകുന്നു, എനിക്ക് വീണ്ടും ആ ഒരു പഴയ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തിച്ചും കുറെ പേര് ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ഇരിപ്പുണ്ടെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റും, ഈസി ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയോടുകൂടി പഠിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ബുക്ക് എടുത്തിരിക്കുമ്പം ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1 വർഷം ആയിക്കോട്ടെ, 2 വർഷം ആയിക്കോട്ടെ, 3 വർഷം ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ ബുക്കും കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പകരം ആ ഒരു ചിന്തകൾ, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ട്രൈ ചെയ്താൽ എന്നെ കൊണ്ട് പറ്റും, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്കതിന്റെ ഫലം കിട്ടും എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ആ ബുക്ക് എടുത്ത് വെച്ചിരുന്നൊന്ന് പഠിച്ചു നോക്കിക്കേ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ആദ്യമേ സെറ്റ് ചെയ്യുക. മനസ്സിനെ സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്യുക. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ കൂടെ PSC പഠിക്കുന്ന മറ്റൊരു ആളോട് പറയാണ്, എടാ എനിക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര പാടാണ്, ഞാൻ ഇത് വിടുവാണ് എന്ന് പറയുമ്പം അവന്റെ മനസ്സിൽ എന്താ വരുന്നത്? അവൻ പറയും, അയ്യോ ഇത് അത്യാവശ്യമാണ്, പഠിക്കടാന്നൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും അവന്റെ മനസ്സിൽ ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരാളെ ഒന്ന് താഴത്താക്കി എന്നുള്ള ചിന്തയായിരിക്കും ഉള്ളത്. ഇവൻ എന്റെ മുകളിൽ പോകത്തില്ല, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇവൻ എന്റെ മുകളിൽ പോകത്തില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും മറ്റേ കൂട്ടുകാരനുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ആരും നമുക്ക് വേണ്ടി ആരുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുള്ള റിസൾട്ട് എന്ത് ചെയ്യാ, നമ്മുടെ കുടുംബവും നമുക്കുമാണ് ഉള്ളത്. ഓക്കെ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളെ പുഷ് ചെയ്ത് ആ ഓരോ സബ്ജക്റ്റുകളും പഠിക്കാനായിട്ട് ഇരുത്തുക. ഓക്കെ. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യത്തെ കടമ്പ കടക്കാനായിട്ട് സാധിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ സിലബസ് നിങ്ങളിപ്പോ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഓൾമോസ്റ്റ് ബാക്കിയുള്ള ഇപ്പം ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മറ്റു പരീക്ഷകളിൽ ഉള്ള സെയിം കോണ്ടന്റ്സ് തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ടൊന്നും നമുക്ക് അവിടെ പഠിക്കേണ്ടി വരുന്നില്ല. ഓക്കെ. അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. PSC എന്തായാലും സിലബസ് ചേഞ്ച് ചെയ്ത് തരുന്നില്ലല്ലോ. ഈ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് PSC തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഏത് പരീക്ഷയ്ക്കും ആ സബ്ജക്റ്റുകളിൽ അത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. പക്ഷെ ബാക്കിയുള്ള ചില സബ്ജക്റ്റുകളിലാണ് ഇപ്പം എന്താണ് നമ്മുടെ LDCക്ക് ഇമ്പോർട്ടന്റ് ആക്ട്സ് തരുന്നു, അത് ഡിഗ്രി പ്രിലിംസിനില്ല അല്ലെ. അങ്ങനെ ചില സബ്ജക്റ്റുകളിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇതല്ലാതെ നിങ്ങൾ ആ സിലബസ് ഫോളോ ചെയ്ത് അങ്ങനെ അത് മാത്രം പഠിച്ചു പോകാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തില് നമ്മളുടെ ആ ഒരു റിസൾട്ട് പോവുകയുള്ളൂ. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? നമ്മുടെ PSCയുടെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. ഓക്കെ. PSCയുടെ ട്രെൻഡ് ഓരോ തരത്തിലും ഓരോ സമയത്ത്, ഇപ്പൊ പണ്ട് PSC ചോദിച്ചിരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പം ചോദിച്ചു കാണുന്നത്. ഇപ്പം LDC ലെവലിലായിക്കോട്ടെ അല്ലെങ്കിൽ 10th ലെവലിലുള്ള പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്, SCRT പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് അല്ലെ. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഡിഗ്രി പ്രിലിംസ്, കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മുടെ NCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. കൂടുതലും +1, +2 ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ PSC ചോദിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ പാരലൽ ആയിട്ട് NCERT പാഠപുസ്തകങ്ങളും പഠിച്ചു പോവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സമയം എന്നുള്ള ഫാക്ടർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അയ്യോ സമയമില്ല, എനിക്കിത് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങളത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പൊ ഞാൻ നോക്കൂ, NCERT ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ PSC ഡിഗ്രി ലെവൽ പരീക്ഷയിൽ. കാരണം പ്രീവിയസ് ഇയർ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലും ഈ NCERT പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നും പറഞ്ഞേ SCRTയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരത്തില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. SCRT ക്വസ്റ്റ്യൻസും വരും, NCERT ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഡിഗ്രി ലെവലിൽ തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക, കൂടുതൽ NCERT പാഠപുസ്തകം റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും NCERT ആദ്യം മുതൽ ഇരുന്ന് എടുത്ത് വെച്ച് പഠിക്കണോ എന്നുള്ള കാര്യം. അങ്ങനെയൊന്നുമല്ല. NCERTയിൽ കറക്റ്റ് നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഫോളോ ചെയ്യേണ്ട ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മളെ ചാനലിൽ ഇനി അങ്ങോട്ട് വരും. NCERTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ലിസ്റ്റുകളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ.
അപ്പൊ NCERT ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ NCERT ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടാകും. ആ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം NCERT പഠിക്കുക, അതിൽ നിന്നുള്ള അഡീഷണൽ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു NCERT പാഠപുസ്തകവും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് NCERT ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കണമെന്നല്ല പറയുന്നത്, ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു ചാപ്റ്റർ റെഫർ ചെയ്ത് പോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് വന്ന സമയം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പം ഡിഗ്രി പ്രിലിംസ് 2020 നടന്ന ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാല് ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നെന്നിരിക്കട്ടെ. ആ ക്വസ്റ്റ്യൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ആയിരിക്കും 2022 വേറെ പോയിന്റ്സ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്, PSC ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാകും. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ആ ഒരു ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഡിഗ്രി പ്രിലിംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരിക്കും, സാധാ PSC അല്ലേ, UPSC ഒന്നും അല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു വെക്കും. പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇങ്ങനെ പഠിച്ചാലൊന്നും പോരാ, കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചാലേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെറുതെ വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളിപ്പോ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പൊ ഒരാഴ്ച നിങ്ങൾ പല സബ്ജക്റ്റുകളായിട്ട് പഠിച്ച് കവർ ചെയ്തു എന്നിരിക്കട്ടെ. ആ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അതിനകത്ത് ഇപ്പൊ ഹിസ്റ്ററി കാണും, ജോഗ്രഫി കാണും, നിങ്ങൾ പഠിച്ച് തീർത്ത ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും, പഠിച്ച് തീർക്കാത്ത അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്കിപ്പം ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എനിക്ക് ഇത്രയും നോളജ് മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഒരു 100 മാർക്കിൽ എനിക്ക് 20 മാർക്ക് മാത്രമേ നേടാനായിട്ട് സാധിച്ചുള്ളൂ, അപ്പൊ ഞാൻ ഒരുപാട് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്, എങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു കട്ട് ഓഫിലോട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഐഡിയ വരുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ ആ ഒരു നമ്മുടെ ലെവല് നമ്മൾ മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് വരത്തുള്ളൂ. അല്ലാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അതുവരെ കുഴപ്പമില്ല, ആ ഒരു ചിന്തയിൽ തന്നെ പോവാം. പക്ഷെ എക്സാം ഹാളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്, ഇപ്പം ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഏത് ഇതും ആയിക്കോട്ടെ, കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗമാണ് ഇത് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പൊ 2024 പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇതുവരെ കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ 2023 കറണ്ട് അഫയേഴ്സ് ഒരു ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഫുൾ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ജാനുവരി മാസം ഇന്ന കാര്യങ്ങൾ നടന്നു എന്നുള്ളത് PDF, ഇപ്പൊ നമ്മുടെ എൻട്രിയിൽ തന്നെ ഇതിന്റെ PDF എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇയർ എൻഡ് മൊത്തത്തിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ നോട്ടൊക്കെ ഇപ്പൊ അവൈലബിൾ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇപ്പൊ എൻട്രിയിൽ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. വെറുതെ വായിച്ചു പോവരുത് മക്കളെ. ഞാൻ വീണ്ടും പറയാണ്, ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒരു PDF എടുത്ത് വെറുതെ വായിച്ചു പോകുന്നു, ശേഷം നിങ്ങൾ എക്സാമിന് പോയിരിക്കുന്നു, ഒരു ഓർമ്മയും കിട്ടത്തില്ല. ആ ക്വസ്റ്റ്യൻ കണ്ടാൽ പോലും നിങ്ങൾക്ക് ഒരു ഓർമ്മയും കിട്ടത്തില്ല. പകരം ഈ കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. പഠിച്ചു വെച്ചതിന് ശേഷം വീണ്ടും അത് റിവൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എക്സാം ടൈമിൽ നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സബ്ജക്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരുവിധം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് ഒരു 20% നിങ്ങൾ
എന്താണ് ഓക്കെ ആയി എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം NCERT ഫോളോ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ടൈം മാനേജ്മെന്റ് ആണ്. ഓക്കെ, നമ്മുടെ PSC നമുക്ക് ഒരു കറക്റ്റ് ഒരു ടൈം അനുവദിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമില് നമ്മൾ ഇത്രയും ഇപ്പം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതലും സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 10-15 മിനിറ്റ് അങ്ങ് പോകും. ഇപ്പൊ നിങ്ങൾ അതെന്താ എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ വായിക്കുന്ന ഒരു രീതിയുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ സാധാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, വായിക്കുന്ന ഒരു രീതി. പകരം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നു, അവിടെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുക. 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഈ ഒരു ടൈമിനുള്ളിൽ എനിക്ക് ഈ ഒരു പേപ്പർ എന്ത് ചെയ്യണം, തീർക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എഴുതി തീർക്കണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ എന്ത് ചെയ്യുക, ആ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ, അതായത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈം മാനേജ്മെന്റ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വരുന്നവർക്കുള്ള പണി കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാമോ, എല്ലാവരും സാധാരണ രീതിയിൽ ഇങ്ങനെ പഠിക്കും, പഠിച്ചിരുന്നിട്ട് എക്സാം പേപ്പർ കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, എല്ലാം പഠിച്ചു ഒരുവിധം 80% പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഇയാളെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എന്ത് ചെയ്യാണ്, വായിക്കുകയാണ്. ഒരു കുറെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യമാണ്, എല്ലാം എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വായിച്ചിരുന്ന് ബബിൾ ചെയ്യുന്നു, വായിക്കുന്നു, ബബിൾ ചെയ്യുന്നു, എല്ലാം ഓക്കെ ആയി. ഒരു 50ാമത്തെ ചോദ്യം എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവിടെ ബെല്ലടിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈം മാനേജ്മെന്റ് കൂടി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സാധാരണ രീതിയിൽ വായിച്ചു പോയാൽ നിങ്ങൾക്ക് വായിക്കേണ്ട ഒരു മിനിമം സ്പീഡ് ഉണ്ടാവും, നിങ്ങൾ സാധാരണ രീതിയിൽ വായിക്കുന്ന ഒരു മിനിമം സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ എക്സാം പേപ്പർ കിട്ടിയാലും നിങ്ങൾ ആ സ്പീഡിൽ തന്നെ വായിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന സമയം, നോട്ട്സ് വായിക്കുന്ന സമയം സ്പീഡിൽ വായിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി, ടൈം മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു നെഗറ്റീവ് മാർക്കിംഗ്. അതായത് നമുക്കറിയാലോ, പരീക്ഷയിൽ നമ്മൾ തെറ്റായിട്ട് ആൻസർ ബബിൾ ചെയ്താൽ അവിടെ നെഗറ്റീവ് മാർക്ക് പോകും. നമ്മൾ ഉദ്ദേശിച്ച ആ മാർക്കിൽ നിന്നും ഒരുപാട് നമ്മൾ താഴോട്ട് പോകും. ഇപ്പൊ ഒരു നെഗറ്റീവ് വന്നാൽ നമ്മളൊരു 100 പേരുടെ താഴോട്ടായിരിക്കും പോകുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ വെറുതെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടിരുന്ന് പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവര് ഇതുവരെയും എന്ത് ചെയ്തിട്ടുണ്ടാകത്തില്ല, ഈ ഒരു എക്സാം OMR ഷീറ്റിൽ ഉള്ള ആ ഒരു രീതിയിൽ എക്സാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ മോക്ക് ടെസ്റ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമാത്രം നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം നെഗറ്റീവ് മാർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇപ്പൊ എൻട്രിയിൽ ലൈവ് എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ പല എക്സാംസുകൾ എൻട്രിയിൽ അവൈലബിൾ ആണ്. സോ അവിടെ നമ്മൾ ആ ഒരു നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ 100 മാർക്കിന് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു, കറക്റ്റ് അവിടെ 1.25 മണിക്കൂറാണ് ആ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് നിങ്ങൾ അവിടെ തെറ്റിച്ചാൽ അത്രയും ആ ഒരു പോയിന്റ് എന്ത് ചെയ്യും, അവിടെ നെഗറ്റീവ് ആയിട്ട് വരും. സോ മാക്സിമം നിങ്ങൾ എൻട്രി ആപ്പ് വെറുതെ ഇരുന്ന് ക്ലാസ് കേട്ട് പോവാതെ അവിടെ ഉള്ള ക്വിസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ലൈവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതെല്ലാം അറ്റൻഡ് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഞാൻ പരീക്ഷയ്ക്ക് പോയി ഇരിക്കുന്ന സമയത്ത് ഞാൻ നെഗറ്റീവ് മാർക്കൊക്കെ ശ്രദ്ധിച്ച് എനിക്ക് അറിയാവുന്നത് മാത്രമേ ഞാൻ ബബിൾ ചെയ്യത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു പോയി ഇരിക്കുന്നവര് അവസാന ഘട്ടത്തിലെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യും, കല ഉടയ്ക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു മോക്ക് ടെസ്റ്റുകൾ
എന്താ ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ടൈം മാനേജ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ വായിക്കേണ്ട സ്പീഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ, ഇപ്പൊ മാത്സ് ഒക്കെ ഒരുപാട് വീക്ക് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ ഒത്തിരി സമയം വേണ്ടി വരും. ഓക്കെ, ആ 1.25 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സിലബസിന് പുറത്തു നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായി കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസിൽ നമുക്ക് പഠിക്കേണ്ടുന്ന സബ്ജക്റ്റുകൾ എത്രയാണ്, എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാലോ? ഓക്കെ, പോരെ, ദാ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നോക്കിക്കേ, 10 മാർക്കാണ് ഹിസ്റ്ററിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഈ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ ആ ഒരു സിലബസിലുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും അവിടെ നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വെറും 10 മാർക്ക് നമുക്ക് അവിടെ കൈക്കലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നു, ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ, എന്താണ് ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ എവിടെയുണ്ട്? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആദ്യം നിങ്ങൾ ഒരു ഐഡിയയും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ SCERT പാഠപുസ്തകത്തിൽ ആ ഒരു ചാപ്റ്റർ വായിച്ചു നോക്കുക. മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ വായിച്ചു നോക്കിയാൽ മതി. ഡിഗ്രി പ്രിലിംസ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളം ലാംഗ്വേജിലും അവൈലബിൾ ആണ് കേട്ടോ, രണ്ടും. ഇപ്പം മലയാളം അറിയത്തില്ല, കന്നഡയാണ് കൊടുക്കുന്നതെങ്കിൽ കന്നഡയിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇംഗ്ലീഷും കന്നഡയായിരിക്കും. ആ ഒരു രീതിയിലാണ് എക്സാം വരുന്നത്. അതൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയുടെ കേസിൽ നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഒരു ടോപ്പിക് ഫ്രഞ്ച് റെവല്യൂഷൻ എടുത്ത് പഠിക്കുന്നു. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലാതെ ഒരു റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ട് പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അധികം ഇതുവരെ ഒന്നും കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ സയൻസ് ബാച്ചിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഐഡിയയും ഉണ്ടാവത്തില്ല. പകരം ആദ്യമേ എന്ത് ചെയ്യാം, ഈ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഒന്ന് വായിക്കാം. ഒരു കഥ പോലെ ആയിരിക്കും നിങ്ങൾ അവിടെ വായിക്കുന്നത്. നമ്മൾ സാധാ PSCക്ക് പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റ് ആണ്, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഒരു കഥ പോലെ ആയിരിക്കും ഉള്ളത്. ആ കഥയിൽ തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യുക. ശേഷം ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ക്ലാസ് കാണുക. ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരുപാട് അഡീഷണൽ പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലും എന്ത് ഉണ്ടാകും, ഈ ഒരു ടോപ്പിക് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ അതൊന്ന് വായിച്ചു നോക്കുക. ഇനി നിങ്ങളെ ഈ രണ്ട് ഭാഗത്തു നിന്നും കിട്ടാത്ത പോയിന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് NCERTയിൽ നിന്ന് കിട്ടിയെങ്കിൽ അതുകൂടി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഒരുവിധം ആ ഒരു ടോപ്പിക് മൊത്തത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ പക്കയാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യും. അതേപോലെ നിങ്ങൾ ആ ഓരോ സബ്ജക്ട്, ഓരോ ടോപ്പിക്കും നിങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ 10 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ അവിടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അധികം കറണ്ട് അഫയേഴ്സ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് വരും. കാരണം എന്താണ്, സിലബസിൽ കൊടുത്തിരിക്കുന്നത് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. പുതിയതായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ഹിസ്റ്ററിയിൽ കൊടുക്കുന്നില്ല. മുമ്പ് നടന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് അവിടെ ഇത് സിലബസിൽ വരുന്നത്. സോ നിങ്ങൾ ആ സിലബസ് ഒന്ന് കറക്റ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10 മാർക്ക് പോട്ടെ, ഒരു 9 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ടോപ്പിക്കിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് മുമ്പൊന്നും അധികം ഹിസ്റ്ററി പഠിക്കുന്നതിലോടൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടൊന്ന് പഠിക്കാൻ നോക്കിക്കേ. ആ ഹിസ്റ്ററി തുടങ്ങുമ്പോൾ തന്നെ അയ്യോ എനിക്കിത് അറിഞ്ഞൂടാത്ത സബ്ജക്റ്റ് ആണ്, എനിക്കിത് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നാല് എന്താണ്, അത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരിക്കലും നമ്മൾ അത് പഠിച്ചാലും നമ്മുടെ തലയിൽ കയറാനും പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിനെ ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെടുക. ഹിസ്റ്ററി അല്ലേ,
സിമ്പിൾ അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. കുറച്ച് സമയം എടുത്തിരുന്നാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ, ആ ഒരു ചിന്തയോട് കൂടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലവും അവിടെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ജോഗ്രഫിയിലേക്ക് വരാം. ജോഗ്രഫിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്ക് വരുന്നത് ജോഗ്രഫിക്ക് 5 മാർക്കാണ്, എക്കണോമിക്സിന് 5 മാർക്കാണ്, സിവിക്സിന് 5 മാർക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. മെയിൻസിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒരുപാട് മാർക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ പ്രിലിംസിന്റെ കേസല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ പ്രിലിംസിന് ഇത്ര 5 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും വരുന്ന കോമൺ സിലബസ് തന്നെയാണ്. പിന്നെ ഡിഗ്രി പ്രിലിംസിലും +2 പ്രിലിംസിലും ഒക്കെ വരുന്ന ഒരു അഡീഷണൽ സബ്ജക്ട് എന്ന് പറയുന്നത് സിവിക്സ് ആണ്. അവിടെ എന്താണ് വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണം, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. അത് നിങ്ങൾ പല പല സബ്ജക്റ്റുകളിലായിട്ട് പല പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, അതെല്ലാം നിങ്ങൾ ഓൾമോസ്റ്റ് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെല്ലാം കൂടെ ഒരു ഒറ്റ ഇതിൽ കൊണ്ട് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെ അതിത്രയും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു 20 മാർക്കും നമ്മുടെ കയ്യിലിരിക്കും. 20 മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ ഒരു 10 ക്വസ്റ്റ്യൻ അറിയത്തില്ല, ഒരു 10 മാർക്കെങ്കിലും കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ 10 10 20 മാർക്കായി. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നത്, മുമ്പൊക്കെ ഈ ഒരു ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചറിനൊക്കെ എന്തായിരുന്നു 5 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ മാത്രമേ 5 മാർക്കിൽ നിന്നൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഈ ഒരു ഇത് നോക്കിക്കേ, 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരാൻ ചാൻസ് ഉള്ളത്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് ഇപ്പം പുതിയതായിട്ട് അവാർഡുകൾ നേടുന്നവരുമായി ബന്ധപ്പെട്ട്, പുതിയ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, പുതിയ പുതിയ രചനകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നിന്നും കൂടുതലും. പഴയ കാര്യങ്ങളും ചോദിക്കത്തില്ല എന്നല്ല, പഴയ കാര്യങ്ങളോടൊപ്പം തന്നെ ഇപ്പൊ കഥകളി, ആർട്സിൽ കഥകളിയുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സും ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ആർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ലിറ്ററേച്ചർ, ഇപ്പം ഓരോ ലിറ്ററേച്ചർ അവാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കൾച്ചറുമായി ബന്ധപ്പെട്ട സ്പോർട്സിൽ നിന്നാണ് കൂടുതലും വരുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ ഒരു 10 മാർക്കിൽ നിന്ന് ഒരു 5 മാർക്ക് കറണ്ട് അഫയേഴ്സ് ചോദിച്ചാലും നമുക്ക് അവിടെ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതും എല്ലാ പരീക്ഷകൾക്കുള്ള കോമൺ സിലബസ് ആണ്. ആ ഓരോ സബ്ജക്റ്റുകളും ഓരോ ടോപ്പിക്കുകളും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാ പരീക്ഷകൾക്കുള്ള കോമൺ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം ആ ഒരു മേഖലയിൽ നിന്നും 10 മാർക്കിനാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനുശേഷമാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അവിടെയും സിലബസിൽ മാറ്റമില്ല, സെയിം എല്ലാ പരീക്ഷകൾക്കും ഉള്ള കോമൺ സിലബസ് തന്നെയാണ് എന്ത് വരുന്നത്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ IT ആക്ടിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിഗ്രി ലെവലിൽ നോക്കിയിരിക്കുക. IT ആക്ടിൽ നിന്നൊക്കെയാണ് പ്രീവിയസ് ഇയർ സെക്ഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഒരുപാട് പേർക്ക് കുറെ എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്ന, സ്കിപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സിലബസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ISRO LDCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ISRO പഠിക്കും അല്ലെ, DRDOയെ കുറിച്ച് പഠിക്കും, ഓരോരോ ഇന്നോവേഷനെ കുറിച്ച് പഠിക്കും. ആ കാര്യങ്ങൾ എല്ലാം കൂടെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ കൊണ്ടിട്ടു എന്ന് മാത്രം. അവിടെ ആ ഒരു സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യവുമില്ല. ഓരോ ടോപ്പിക്കായിട്ട് എടുത്തിരുന്ന് പഠിക്കുക. നമ്മളെ ടീച്ചേഴ്സ് എല്ലാം അത് കറക്റ്റ് ആയിട്ട് തന്നെ സിലബസ് അനുസരിച്ച് നല്ല രീതിയിലുള്ള നോട്ട്സും കാര്യങ്ങളും കോണ്ടന്റ്സും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് നല്ലതുപോലെ ഒന്ന് പഠിച്ചാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കും ക്ലിയർ ആണ്. ഓക്കെ, പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. ഏതാണ്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സബ്ജക്റ്റുകൾക്ക് 50 മാർക്കാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പരീക്ഷയുടെ പകുതി മാർക്കും എങ്ങോട്ട് പോയിരിക്കുകയാണ്? ഈ ഒരു മേഖലയിലേക്ക് പോയിരിക്കുകയാണ്. പകുതി മാർക്ക്, 100 മാർക്കില് പകുതി മാർക്ക് എവിടെയായിരിക്കുന്നത്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, അപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിപ്പം ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്, എല്ലാ ടോപ്പിക്കുകളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് മാത്സിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ
മലയാളത്തിനും മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, കന്നഡയാണെങ്കിൽ കന്നഡ, ആ ഒരു റീജിയണൽ ലാംഗ്വേജിനും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതെങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ഓക്കെ, ജസ്റ്റ് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ജോഗ്രഫി, ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഏതെങ്കിലും ഒരു ടോപ്പിക് ജോഗ്രഫിയിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്തിന്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുകയാണ്. എർത്തിന്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുവിധം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും അടുത്ത ജോഗ്രഫിയിലേക്ക് പോകുമ്പോഴത്തേക്കും മനസ്സിലൊരു മടുപ്പ് പോലെ, ഒരു ചെറിയൊരു ബോറടി പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയി ഫോൺ എടുത്ത് വെച്ച് കളിക്കും, അല്ലെ? ആ ഫോൺ എടുത്ത് വെച്ച് കളിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ആ ഒരു ബ്രേക്ക് ടൈം, അല്ലെങ്കിൽ ആ ഒരു അടുത്ത മണിക്കൂർ, ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത മണിക്കൂർ മാത്സ് ഒരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുക. ആ നേരത്തെ പഠിച്ചതിന്റെ ആ ഒരു ബോറടി കാര്യങ്ങളെല്ലാം മാറും. മാത്സ് ഒരു ടോപ്പിക് പെർസെന്റേജുമായി ബന്ധപ്പെട്ട് ഒരു 10 പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് വന്നു അല്ലെ? ഒരു ദിവസം നിങ്ങൾ ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ഒരു മാത്സിൽ അടുത്തൊരു ടോപ്പിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ ദിവസം തന്നെ ഇങ്ങനെ ബ്രേക്ക് ടൈമിൽ, അതായത് ഒരു സബ്ജക്ട് പഠിക്കുന്നു, ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അടുത്തൊരു ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് മാത്സ് എടുത്ത് പഠിക്കാം, പിന്നെ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ പഠിക്കുന്നു, അതിന്റെ അടുത്ത ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് മലയാളം പഠിക്കാം. കുറച്ച് വീതം, നിങ്ങളിപ്പോ ഒരു 120 ദിവസം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും കുറച്ച് വീതം പോവുകയാണെങ്കിൽ ഒരു 100 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടോപ്പിക്കുകൾ പാരലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ബാക്കി കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഇത്രയും സബ്ജക്റ്റുകൾക്ക് മാത്രമാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഓരോ ദിവസവും ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്ക് ടൈമിൽ ഇങ്ങനെ പഠിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മറ്റേ ടോപ്പിക്കുകൾ തീരുന്നതോടൊപ്പം തന്നെ ഈ സബ്ജക്റ്റുകളും തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? കാര്യങ്ങളൊക്കെ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാ? നമ്മുടെ സിലബസ് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വെറുതെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും പഠിച്ച് നിങ്ങളുടെ സമയം കളയരുത്. കറക്റ്റായിട്ട് എന്താണ് സിലബസിൽ ഉള്ളത് അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം പ്രിലിംസിന് അധികം കട്ട് ഓഫ് ഒന്നും വരത്തില്ല, എങ്കിലും ആ ഒരു കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിലബസ്, ഡിഗ്രി പ്രിലിംസിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഒരു ടൈം വ്യത്യസ്തമായിരിക്കും. ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വർക്കിംഗ് ആയിട്ട് ഇരുന്ന് ബാക്കി ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട്. വീട്ടിലെ ജോലികൾ എല്ലാം ചെയ്ത് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി ബാക്കി ടൈം ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഇരിക്കുന്ന കുറെ വീട്ടമ്മമാരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും ടൈം വ്യത്യസ്തമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പഠിക്കണം എന്ന് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വിലയിരുത്തുക. എനിക്ക് എത്ര സമയം പഠിക്കാനായിട്ട് സാധിക്കും? രാവിലെ ഇത്ര സമയം എനിക്ക് കിട്ടുന്നുണ്ടോ? ഉച്ചയ്ക്ക് ഇത്ര സമയമുണ്ട്, വൈകിട്ട് ഇത്ര സമയമുണ്ട്, രാത്രി ഇത്ര സമയമുണ്ടെന്നുള്ള നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് എത്ര ടൈം മാറ്റി വെക്കാൻ സാധിക്കും എന്നുള്ളത് ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്യുക. അതാണ് പ്ലാൻ യുവർ ഡേ. നിങ്ങളുടെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫുൾ ടൈം PSC ഒരുപാട് പേരും അങ്ങനെ ഇരിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ അതെടുത്ത് എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഫുൾ ടൈം PSC വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഇരിക്കട്ടെ. നിങ്ങളിപ്പോ രാവിലെ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ എഴുന്നേക്കുന്നു. ഓക്കെ, 5 മണിക്ക് എഴുന്നേക്കുന്നു. ബാക്കി രാത്രി ഒരു 10 മണി, ഒരുപാട് ടൈം ഇരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു 10-11 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയം നിങ്ങൾ എങ്ങനെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇപ്പൊ 4 to 6 നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കുന്നു, 6 to 7 നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തോളൂ. ഇപ്പം ഫ്രഷ് ആവാനോ കുളിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തോളൂ. ബാക്കി ടൈം നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്സോ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ഒന്ന് 1 മണിക്കൂർ പഠിക്കുന്നു. അതിനുശേഷം അടുത്ത ബാക്കിയുള്ള ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട്
എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ മണിക്കൂറുകളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെവൽ, ചിലവർക്ക് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ചിലപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും ആവശ്യമായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, ഒരു 3 മണിക്കൂറെങ്കിലും ചിലവർക്ക് ഓരോരുത്തരുടെ സ്പീഡ് അനുസരിച്ചിരിക്കും, അവരുടെ ആ ഒരു മൈൻഡിൽ ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈം അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം വേണം എന്നുള്ള ഒരു അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ദിവസം ഇന്ന ടോപ്പിക്കുകൾ പഠിക്കും എന്നുള്ളൊരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു മാസത്തേക്കുള്ള ടൈം ടേബിൾ ഒന്നും സെറ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഡേ 1 ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ച് തീർക്കും എന്നുള്ളത് ആദ്യമേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അല്ലാതെ വെറുതെ രാവിലെ എഴുന്നേറ്റിരുന്ന ഒരു ടോപ്പിക്കൊക്കെ കൊണ്ടിരുന്നാല് രാത്രി ആയാലും നിങ്ങൾ ആ ടോപ്പിക്കും കൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. നിങ്ങൾ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും എന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് കൊണ്ടുവരിക. ആ ഒരു ഡേ, ഇപ്പം ഫസ്റ്റ് ഡേ ഞാനിപ്പം ഹിസ്റ്ററിയിൽ ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ, എന്റെ മനസ്സിൽ ഇപ്പൊ ഇതേ വരുന്നുള്ളൂ. അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്നു. ഓക്കെ, ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇപ്പൊ മാത്സില് കാലണ്ടർ പഠിക്കുന്നു. ഓക്കെ, മൂന്നാമത്തത് ഇപ്പം ഹിസ്റ്ററി വിട്ട് ജോഗ്രഫിയിലോട്ട് പോകുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നു. നാലാമത്തത് ഇപ്പം മാത്സ് കഴിഞ്ഞ് പിന്നെ ഒരു ഇംഗ്ലീഷില് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഓക്കെ, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ പഠിക്കുന്നു. ടൈപ്സ് ഓഫ് സെന്റൻസ് ഇപ്പൊ ഇത് 4 ഞാൻ ഇന്ന് പഠിച്ചു തീർക്കും എന്നുള്ള രീതിയിൽ ഒരു ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും അയ്യോ ഇത്രയും ടോപ്പിക്കുകൾ എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ഇതിന്ന് ബുക്ക് എടുത്തോണ്ടിരുന്നാല് നിങ്ങളുടെ പോർഷൻസ് തീരത്തുമില്ല, നിങ്ങളുടെ സമയം ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു ഡേ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും ഓരോ ടോപ്പിക്കുകളും തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ടൈം എത്തുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാം ഒന്ന് ഓട്ടിച്ച് തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനുശേഷം റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങളിപ്പം ഒരുപാട് പേര് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, സിലബസ് ഫുള്ളിരുന്ന് പഠിക്കും. പക്ഷെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകും, നെഗറ്റീവ് ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു എക്സാമിൽ വീക്കായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു ഇത്രയും നാളുകൊണ്ടിരുന്ന് പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അവിടെ നിങ്ങൾക്ക് പറ്റുന്ന പണി എന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ റിവിഷൻ ചെയ്തില്ല. കറക്റ്റ് റിവിഷൻ ചെയ്തവർക്ക് മാത്രമേ എക്സാം പേപ്പർ കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നെഗറ്റീവ് ഒന്നും വരാതെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റിവിഷൻ ആണ് ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ. ഇപ്പൊ PSC പരീക്ഷയുടെ കാര്യം തന്നെയല്ല, UPSC പരീക്ഷ ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, അവിടെ റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്തോരം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ ഒരു ടോപ്പിക്ക് എന്തുമാത്രം നന്നായിട്ട് പഠിച്ചു എന്നുള്ളതിലാണ് കാര്യമുള്ളത്. ഓക്കെ, നിങ്ങളിപ്പോ ഒരുപാട് പഠിച്ച് അങ്ങ് പോവുകയാണ്, നിങ്ങൾ റിവിഷൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു 10-50 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഒരു മാസത്തെ എടുത്ത് ഇത്രയും അങ്ങ് റിവൈസ് ചെയ്യുക, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത്. നിങ്ങളോട് പറയാണ്, ഓരോ ദിവസവും റിവിഷൻ ചെയ്യുക, ഓരോ വീക്കെൻഡിൽ റിവിഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഓരോ മന്തിലും റിവിഷൻ ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇപ്പം ഇന്ന് ഞാൻ കുറെ സബ്ജക്റ്റുകൾ പഠിച്ചു, ഞാൻ നേരെ പോയി കിടക്കുന്നു, ഉറങ്ങുന്നു, അടുത്ത ദിവസം എണീക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, തലേന്ന് പഠിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ഓർമ്മ കാണത്തില്ല. പകരം ഇന്ന് ഇത്രയും പഠിച്ച സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഓട്ടിച്ച് വായിച്ചു വെക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സമയത്ത് ഓർക്കാത്ത കാര്യങ്ങൾ പോലും, മൈൻഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ ആ റിവിഷൻ ടൈമിൽ ആയിരിക്കും നിങ്ങളെ മൈൻഡിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ വീക്കെൻഡിൽ ആ ഒരാഴ്ച നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത്, ആ ഒരു വീക്കെൻഡ് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മന്ത്ലി റിവിഷൻ.
ഇത്രയും ഒരു മാസം കൊണ്ട് നിങ്ങൾ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചില്ലേ, ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചില്ലേ. ഒരു മന്ത്ലി ഒരു 2-3 ദിവസം റിവിഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുക. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. പുതിയതായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ്, ഞാൻ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എന്റെ മൈൻഡിലുണ്ട്, ഇനി ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഒരു 100 ദിവസം കൊണ്ടിരുന്ന് പഠിച്ചിട്ട് ആ ഒരു എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ റിവിഷൻ ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. അത് നിങ്ങളെ എവിടെയും കൊണ്ടെത്തിക്കത്തില്ല. ഓക്കെ, അത് അവസാനം കൊണ്ട് നമ്മൾ നശിപ്പിച്ച രീതിയിലായി പോകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് നിങ്ങളിപ്പോ റിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ടിരുന്ന് അവസാനം വരെ ഇത് നിങ്ങൾ ചെയ്യണ്ട. ഈ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ് ഇപ്പൊ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോഴും കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ്സ് മാത്രം റിവൈസ് ചെയ്താലും മതി, അവിടെ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട, ഡിഗ്രി പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുന്ന സമയവും നമ്മൾ ഇനിയും കാണും. ഓരോരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം, സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മാത്രമല്ല, നമ്മുടെ എൻട്രിയിലെ ഫുൾ അധ്യാപകരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഡിഗ്രി ലെവൽ കണ്ടന്റ്സും കാര്യങ്ങളും എല്ലാം, ഡിഗ്രി ലെവൽ ക്ലാസ്സസ്, ഡിഗ്രി ലെവലുമായി സിലബസുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ടോപ്പിക്കുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാനൽ, നമ്മുടെ എൻട്രി ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മറ്റ് ചാനലിൽ ഫോളോ ചെയ്യുന്നവര് ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, ബാക്കിയുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ, എല്ലാം ഇനി മുതൽ ഈ ഒരു ചാനലിലായിരിക്കും വരുന്നത്. സോ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ്സസ് ആയിട്ട് മുന്നോട്ട് കണ്ടു വരിക. നമുക്ക് ഈ ഒരു പരീക്ഷ നമ്മൾ നേടിയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല പോലെ പ്രിപ്പറേഷൻ ചെയ്യുക. നല്ല പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് അവസാനം കിട്ടും. എൻട്രിയുടെ മീറ്റപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുക. എൻട്രി പാതി, നിങ്ങൾ പാതിയാണ്. നിങ്ങൾ പകുതി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എൻട്രിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ നല്ലതുപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ എക്സാം എഴുതുക. ഓക്കെ, thank you.